നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ അപകടകരമായ പ്രവണതകൾ കാണാതെ പോകരുതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പന്തിരാങ്കാവ് പെരുമണ്ണയിൽ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വന്ന യുവതിയുടെ നേരെ കത്തി കാണിച്ച് ആക്രമണ ശ്രമം. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി വില വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. അറബി ഭാഷാ പഠനം മാനവിക നന്മയെ ഉണർത്തുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ കാലത്ത് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം അതിന്റെ അപകടകരമായ പ്രവണതകളും കാണാതെ പോകരുതെന്ന് മന്ത്രി റിയാസ്. ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാങ്കേതിക വിദ്യയുടെ വികാസം വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. ഈ സാധ്യതകൾ കണ്ടറിഞ്ഞാണ് നിർമ്മിതി ബുദ്ധിയെക്കുറിച്ചുള്ള പഠനത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ഈ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിലും പ്രതിഫലിക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. രാജ്യത്ത് ഡിജിറ്റൽ സർവകലാശാലയും ഡിജിറ്റൽ സയൻസ് പാർക്കുകളും ആരംഭിച്ച ഏക സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ ലോകം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വികാസം വലിയ മാറ്റം സൃഷ്ടിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ഇപ്പോൾ AI നമ്മൾ എത്തി നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ഒരു പരിശോധന നടത്തുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമായി വരുമ്പോൾ എന്താകും ലോകത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചാണ് പലപ്പോഴും നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത്. ആയുർദൈർഘ്യം പോലും വലിയ നിലയിലേക്ക് വർദ്ധിക്കുന്ന നിലയിൽ AI ഉൾപ്പെടെ പല പല കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രത്തിന്റെ പുരോഗതിയും ഒക്കെ നമ്മുടെ മുമ്പിൽ ഒരു ഭാഗത്തുണ്ട്. പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുക കൂടി സാധ്യമാകുന്ന നിലയിലേക്കുള്ള റോബോട്ടിക് മാതൃകകൾ ഇപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടായി തുടങ്ങുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠനത്തെ കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ്. SSLC മുതൽ ഗവേഷണം വരെ വിദ്യാഭ്യാസ മികവിനുള്ള ക്യാഷ് അവാർഡിന് പുറമെ മറ്റ് രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവരെയും ആദരിച്ചു. ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ബോർഡ് വൈസ് ചെയർമാൻ R സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ, അസിസ്റ്റന്റ് രജിസ്ട്രാർ M രജിത, MK ശശി, CV അജയൻ, നജ്മുദ്ദീൻ മണക്കാട്, മലയിൽ ബാലകൃഷ്ണൻ, അഖിൽ കോളോത്ത്, T ബിജു എന്നിവർ ആശംസ നേർന്നു. MN മുരളി സ്വാഗതവും അഡീഷണൽ രജിസ്ട്രാർ E നിസാമുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്തിരാങ്കാവ് പെരുമണ്ണയിൽ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വന്നുകൊണ്ടിരുന്ന യുവതിയുടെ നേരെ കത്തി കാണിച്ച് ആഭരണങ്ങളും പണവും പിടിച്ചുപറിക്കാൻ ശ്രമം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 6:30 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് ടൗണിൽ നിന്നും ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുന്ന യുവതിക്ക് നേരെയാണ് കവർച്ചാ ശ്രമമുണ്ടായത്. യുവതി ഭയന്ന് നിലവിളിച്ച് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഹെൽമറ്റും മാസ്കും ധരിച്ച ആളാണ് പ്രതിയെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രതി ബുള്ളറ്റിലാണ് സ്ഥലത്തേക്ക് വന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വാഹനത്തിന്റെ നമ്പർ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. പന്തീരാങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നു. പ്രതിയെക്കുറിച്ച് ഇതുവരെയും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും സമാന കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ട പ്രതികളെ ചുറ്റിപ്പറ്റിയുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ജനുവരി 1 മുതൽ അമിതമായി വില വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. ജനുവരി 15-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് KGCF ഭാരവാഹികൾ അറിയിച്ചു. കാര്യങ്ങൾ കരാറുകാർക്കുണ്ടാകുന്ന അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കളക്ടറേറ്റിൽ നിന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നടത്തിയ ചർച്ചകളൊക്കെ പരാജയപ്പെടുകയും ആ സ്ഥിതിയിലാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മുന്നിലേക്ക് ഈ വിഷയങ്ങൾ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനയുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ജനുവരി 15 വരെ വില വർധനവ് ഉണ്ടാവരുതെന്നും കലക്ടർ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ചർച്ചകൾ ഫലം കണ്ടില്ലെന്നും ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ഏകപക്ഷീയമായി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് ജനുവരി 15-ന് കളക്ടറേറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധർണയും KGCF സംസ്ഥാന രക്ഷാധികാരി BKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്യും. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മേഖലയിൽ 2018 ശേഷം ഇതുവരെ നിരക്ക് വർധനവ് ഉണ്ടായിട്ടില്ല. നിരവധി സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സർക്കാർ അത് ഗൗരവമായിട്ട് കാണുന്നു. വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ V, ജില്ലാ സെക്രട്ടറി ജലീലുദ്ദീൻ PV, ജില്ലാ ട്രഷറർ പ്രശാന്ത് കുമാർ P, മറ്റ് ഭാരവാഹികളായ ദീപേഷ് P, സഹദേവൻ K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറബി ഭാഷാ പഠനം മാനവിക നന്മയെ ഉണർത്തുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ. ഭാഷാ പഠനം മാനവിക നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ നടന്ന അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറബി ഭാഷ പഠനം കൊണ്ട് സമൂഹത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാനും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭാഷ പഠിക്കുവാൻ അവസരങ്ങൾ തുറക്കുവാനും സാധിക്കുന്നു. അറബി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഭാഷയല്ല, മറിച്ച് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുവാൻ സാധിക്കുന്ന സമാനതകളില്ലാത്ത ഭാഷയാണ്. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മുഖ്യ ഭാഷ കൂടിയാണ് അറബി. ഭാഷാ പഠനം മാനവിക നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഹുസൈൻ മടവൂർ. ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ നല്ലളം നാസർ മദനി പുരസ്കാരം PP ഫിറോസ് മാസ്റ്റർക്ക് ഡോക്ടർ ഹുസൈൻ മടവൂർ സമ്മാനിച്ചു. PP ഫിറോസ്, E അബ്ദുൽ അലി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. വിദ്യാഭ്യാസ യാത്രയയപ്പ് സമ്മേളനം മുൻ DCC പ്രസിഡന്റ് KC അബുവും പ്രതിനിധി സമ്മേളനം മുസ്ലിം ഇൻസ്പെക്ടർ ഫൈസൽ ഫാറൂഖിയും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EC നൌഷാദ് അധ്യക്ഷത വഹിച്ചു. TK അബൂബക്കർ, ഷജീർ ഖാൻ വയ്യാനം, P അബ്ദുൽ ജലീൽ, KP നസീഫത്ത്, KK ഷുക്കൂർ, അറബിക് സ്പെഷ്യൽ ഓഫീസർ TP ഹാരിസ്, അബ്ദുൾ റഹ്മാൻ, ഷരീഫ് കിനാലൂർ, MA സാജിദ്, M സുഹൈൽ, PK മുഹമ്മദ് അലി, PT അബൂബക്കർ, P അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P അബ്ദുൽ ജലീൽ സ്വാഗതവും കൺവീനർ ഷജീർ ഖാൻ വയ്യാനം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജൻ അഭിയാൻ സേവാ ട്രസ്റ്റ് ജീവകാരുണ്യ സംഗമം നടത്തി. പരിപാടി റിട്ടയർഡ് ജില്ലാ ജഡ്ജ് KK കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആദരിക്കൽ, ഭക്ഷണ കിറ്റ് വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ.
ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ സംഗമവും നിർധനർക്കും രോഗികൾക്കുമുള്ള ഭക്ഷണ കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടത്തി. യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ റിട്ടയർഡ് ജഡ്ജി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വീട്ടിലും സമൂഹത്തിലും ഒന്നും സ്ത്രീകൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സ്ത്രീകളോടൊരു വിവേചനം, എഴുതപ്പെടാത്ത ചില വ്യവസ്ഥകൾ, ചില നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് നേരെ. മാനേജിംഗ് ട്രസ്റ്റ് രാംദാസ് വെങ്ങേരി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുനീർ എരവത്ത്, കെ സുരേഷ്, വിദ്യാപ്രഭ, സച്ചിദാനന്ദൻ, ഗഫൂർ പുക്കുന്ന്, സുശീല പപ്പൻ, വി രാജീവൻ, അജിത, മീര ചേവായൂർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് 50ഓളം രോഗികൾക്കുള്ള പ്രത്യേക ഭക്ഷണ കിറ്റും വിതരണം നടത്തി. ഡോക്ടർ ബി സന്തോഷ് കുമാർ, ഡോക്ടർ പി ജനാർദ്ദനൻ, ശ്രീകലാ വിജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഷാജി പയ്യോളി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പ്രചരിപ്പിക്കാൻ ടൂറിസം ക്ലബ്ബ് ഭാരവാഹികൾ തയ്യാറാകണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കേരള ടൂറിസം ക്ലബ്ബ് ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താനും അവ മികച്ച രീതിയിൽ പരിപാലിക്കാനും അവയുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറാനും പുതിയ തലമുറയെ സജ്ജരാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സംസ്ഥാന സർക്കാർ കേരള ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിച്ചതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിൽ 10 ജില്ലകളിൽ ടൂറിസം ക്ലബിന്റെ ലീഡർഷിപ്പ് മീറ്റുകൾ വിജയകരമായി നടന്നുകഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ടൂറിസം ക്ലബ്ബ് ഭാരവാഹികൾ തങ്ങളെ ചുമതലപ്പെടുത്തിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കാനും സഞ്ചാരികൾക്ക് മുമ്പാകെ അവ പരിചയപ്പെടുത്താനും തയ്യാറാകണം. കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താനും കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിപാലിക്കാനും കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി മാറാനും പുതിയ തലമുറയെ തന്നെ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേരള ടൂറിസം ക്ലബ്ബും അതിൻ്റെ ഭാഗമായുള്ള ലീഡർഷിപ്പ് മീറ്റും സംഘടിപ്പിക്കുന്നത്. നിങ്ങളിൽ ചുമതലപ്പെടുത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയയിലൂടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ മാർക്കറ്റിംഗ് സംഘടിപ്പിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ലീഡർഷിപ്പ് മീറ്റ് ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എല്ലാവർക്കും. പരിപാടിയിൽ കേരള ടൂറിസം ക്ലബ്ബ് കൺവീനറും കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാനുമായ കെ സജീഷ് അധ്യക്ഷത വഹിച്ചു. ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ, ടൂറിസം ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഓഫീസർ പി സോയ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീകല ലക്ഷ്മി, കേരള ടൂറിസം ക്ലബ്ബ് സംസ്ഥാന കോർഡിനേറ്റർ പി സച്ചിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് കുറ്റൂളങ്ങാടി അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം നാടിന്റെ ആഘോഷമായി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ കൂട്ടായ്മയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 45 വർഷത്തോളമായി താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്കണവാടിക്കാണ് സ്വന്തം കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വാർഡ് അംഗം സജ്ജന മലയിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് സമാഹരിച്ച ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങിയത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുതൽ കേന്ദ്ര സർക്കാർ വരെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വികസനം സാധ്യമാകൂ എന്ന് മന്ത്രി പറഞ്ഞു. 2047-ൽ വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ എന്ന് പറയുന്ന അവസരത്തില് ജനങ്ങളെ ചിന്തിക്കേണ്ടത് അത് ഗ്രാമപഞ്ചായത്ത് മുതൽ കേന്ദ്ര സർക്കാർ വരെയുള്ള ഘടകങ്ങളാണ്. ഇത് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കൂ. ചടങ്ങിൽ TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ കേന്ദ്രമന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി കോലോത്തൊടി,
ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിമല പറക്കണ്ടത്തിൽ, അങ്കണവാടി ടീച്ചർ ഗിരിജ, അങ്കണവാടി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സോമൻ പുന്നത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. ഡോക്ടർ പി.എ. ലളിത മെമ്മോറിയൽ അവാർഡ് 2025 എൻട്രികൾ ക്ഷണിച്ചു. ഇത്തവണ സാന്ത്വന പരിചരണ മികവിനാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ ഫെബ്രുവരി 28-നകം ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9544063336 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സാന്ത്വന ചികിത്സയിൽ മികവ് കാണിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സംഘടനയ്ക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ തവണത്തെ അവാർഡ് നമ്മൾ കോൾ ഫോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒരു അപ്കമിങ് സ്പെഷ്യാലിറ്റി ആയിട്ട് ഇരിക്കുകയാണ്. സാന്ത്വന പരിചരണത്തിൽ മികവ് പുലർത്തുന്ന വ്യക്തിക്കും സംഘടനയ്ക്കോ സ്ഥാപനത്തിനോ ആണ് ഇത്തവണ അവാർഡ് നൽകുക. ഓരോ വിഭാഗം ജേതാവിനും 50,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ശില്പവും നൽകും. അവാർഡിന് പരിഗണിക്കാവുന്ന വ്യക്തികളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും പൊതുജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ ആർക്കും നിർദ്ദേശിക്കാം. സ്വയം നാമനിർദ്ദേശം ചെയ്യുകയുമാകാം. വ്യക്തിയോ സ്ഥാപനമോ സംഘടനയോ ഈ മേഖലയിൽ ചെയ്ത സേവനത്തിന്റെ സംക്ഷിപ്ത വിവരണവും നാമനിർദ്ദേശത്തോടൊപ്പം ഉണ്ടാകണം. കൺവീനർ ഡോക്ടർ പി.എ. ലളിത സ്മാരക അവാർഡ് കമ്മിറ്റി, കെയർ ഓഫ് മലബാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എരഞ്ഞിപ്പാലം PO എന്ന വിലാസത്തിൽ തപാൽ, കൊറിയർ മാർഗമോ apply@drpa.lalitha.awards.com എന്ന ഇമെയിൽ മാർഗമോ www.drpa.lalitha.awards.com എന്ന വെബ്സൈറ്റ് മാർഗമോ അവാർഡിന് നാമനിർദ്ദേശങ്ങൾ അയക്കാം. നാമനിർദ്ദേശം ലഭിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 28 ആണ്. വാർത്താ സമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ മിലി മണി, അംഗങ്ങളായ A. സജീവൻ, കമാൽ ബരദൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭക്തിയുടെ നിറവിൽ തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ശാസ്താ പ്രീതി. ഉത്സവത്തിന്റെ ഭാഗമായ ശാസ്താ ഭജനയിലും മറ്റ് ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം പുരോഹിതർ നേതൃത്വം നൽകി. രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച പൂജാതി കർമ്മങ്ങളിൽ മഹന്യാസ പുരസ്സരം, രുദ്രാഭിഷേകം, വേദപാരായണ സമാപ്തി, തൈത്തരീയ ഉപനിഷത്ത് പാരായണം, ക്രമാർച്ചന എന്നിവ നടന്നു. പൂജാതി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരോഹിതന്മാരായ NK വെങ്കിടാചല വാദ്യാർ, രഘു വാദ്യാർ, ശ്രീരാം ഗണപാടികൾ, കൃഷ്ണമൂർത്തി വാദ്യാർ, ശ്രീനാഥ് ശർമ്മ, ശങ്കര ശർമ്മ എന്നിവർ പൂജാതി കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു. ശ്രീ NR സുന്ദരേശ്വരൻ, ബ്രഹ്മശ്രീ അനന്തസുബ്രഹ്മണ്യ ഭാഗവതർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന ശാസ്താ ഭജന ഭക്തി നിർഭരമായി. വൈകുന്നേരം ബ്രഹ്മശ്രീ തൃപ്പൂണിത്തുറ രാമചന്ദ്ര ഭാഗവതരുടെ കാർമ്മികത്വത്തിൽ വഞ്ചിപ്പാട്ട്, വായ്പാട്ട്, സമ്പ്രദായ ഭജന, ദിവ്യനാമം എന്നിവ നടന്നു. ജനുവരി 12 ഞായറാഴ്ച ബ്രഹ്മശ്രീ തൃപ്പൂണിത്തുറ രാമചന്ദ്ര ഭാഗവതരുടെ കാർമ്മികത്വത്തിൽ ഉഞ്ചവൃത്തി ഭജന, പൂർണ്ണ പുഷ്പകലാംബ സമേത ഹരിഹരപുത തിരുക്കല്യാണം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് തളി ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് P. ധർമ്മരാജൻ, സെക്രട്ടറി AS വിവേകാനന്ദൻ, വൈസ് പ്രസിഡന്റ് R. വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി MJ അനന്തനാരായണൻ, നിർവാഹക സമിതി അംഗങ്ങളായ R. രാജഗോപാലകൃഷ്ണൻ, PS ലക്ഷ്മി, MS നാരായണൻ, R. രാജേഷ്, V. കൃഷ്ണകുമാർ, MJ ശ്രീറാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനായുള്ള വിവിധ പദ്ധതികൾ ഈ വർഷം നടപ്പാക്കുമെന്ന് JCI കാലിക്കറ്റിന്റെ പുതിയ ഭാരവാഹികൾ. ചുമതലയേറ്റ ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ.
ഈ വർഷം നമ്മുടെ ഡയമണ്ട് ജൂബിലി ഇയറാണ്. 60 വർഷമായിട്ട് കോഴിക്കോട് സിറ്റിയിൽ ഒരുപാട് ചാരിറ്റി പ്രോഗ്രാമും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂത്ത് ഓർഗനൈസേഷനാണ് PC കാലിക്കറ്റ്. 60 വർഷമായിട്ട് ഈ ഒരു കോഴിക്കോട് സിറ്റിയിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഭാരവാഹികളിൽ നിന്ന് പെട്ടെന്നാവാതെ മാറി നിന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ആ ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നല്ലൊരു ഗെറ്റ് ടുഗദറും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാസ്റ്റ് JC അലൂമിനി ക്ലബ് ഉണ്ട്, അതിലേക്ക് അവരോട് കൂട്ടായ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഈ ഒരു വർഷത്തെ പ്രൊജക്റ്റുകളിൽ വരുന്ന കാര്യമാണ്. JCI കാലിക്കറ്റിൽ 2025 പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം സംഘടനയുടെ 61ാമത് പ്രസിഡന്റായാണ് ആമിർ സുഹൈൽ സ്ഥാനമേറ്റത്. ശ്രുതി കൃഷ്ണ സെക്രട്ടറിയായും മുഹമ്മദ് അസ്ലം ട്രഷററായും മറ്റ് ലോക്കൽ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളും ചുമതലയേറ്റു. മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. JCI സോൺ പ്രസിഡന്റ് അരുൺ EV, JCI നാഷണൽ ഡയറക്ടർ രാകേഷ് നായർ, സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജമീൽ സെട്ട് എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ ഒളവണ്ണ പഞ്ചായത്ത് ആശാ വർക്കേഴ്സായ റസീന T, ശൈലജ C എന്നിവരെ ആദരിച്ചു. JCI ദേശീയ പുരസ്കാരങ്ങൾ നേടിയ JCI കാലിക്കറ്റ് അംഗങ്ങളെയും ആദരിച്ചു. ഒളവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് വീൽചെയർ സംഭാവന ചെയ്തതുകൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, ഉദ്യോഗാർത്ഥികൾക്കായി ജോബ് ഫെയറുകൾ, സംരംഭകർക്കായി ബിസിനസ് കോൺക്ലേവുകൾ തുടങ്ങിയ വിവിധ പ്രൊജക്ടുകൾ ഈ വർഷം നടപ്പാക്കുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. INL ഓഫീസ് നിർമ്മാണത്തിനായി 25 കോടി രൂപ പിരിച്ചെടുത്തെന്നും ഇതിന്റെ കണക്ക് ചോദിച്ചതിന് തന്നെ കയ്യേറ്റം ചെയ്തെന്നും നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഷമീർ പയ്യനങ്ങാടി. അദാനി ഗ്രൂപ്പിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് പണം പിരിച്ചെടുത്തതെന്നും ഷമീർ പറഞ്ഞു. ഏറ്റവും അവസാനം 2024 ഡിസംബർ 10 ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് വീണ്ടും NYL സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ ഈ ഫണ്ടിനെ കുറിച്ച് ചോദിക്കുകയും ആ സമയത്ത് അഹമ്മദ് ദാവർകോവിലിന്റെ പക്ഷക്കാരനെന്ന് അറിയപ്പെടുന്ന പാർട്ടിയിലെ നിരവധി പ്രവർത്തകർക്ക് നേരെ ഗുണ്ടാ സംസ്കാരം ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി NYL സ്റ്റേറ്റ് പ്രസിഡന്റായിരിക്കുന്ന എനിക്ക് നേരെ കയ്യേറ്റ ശ്രമവും തെറിയഭിഷേകം നടത്തി. സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന അഹമ്മദ് ദാവർകോവിലിന്റെയും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂരിന്റെയും സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ഈ പാർട്ടി വിരുദ്ധമായിട്ടുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള പ്രവൃത്തിയെ പരാതി കൊടുത്തിട്ടും ചോദ്യം ചെയ്തിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നാഷണൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം ഒരു പരാതി എഴുതി കൊടുത്തിട്ടും അത് സ്വീകരിക്കാതിരിക്കുകയും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെരുവഴിക്കടവ് ശ്രീ കുന്നമംഗലത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ മകര സംക്രമ ഉത്സവത്തിന് തുടക്കമായി. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന ആഘോഷവരവിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഈ വർഷത്തെ ഉത്സവം ജനുവരി 9 മുതൽ 14 കൂടിയ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. പെരിങ്ങളം ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ആരവം കലാസമിതിയുടെയും ഹരിശ്രീ കലാസമിതിയുടെയും വാദ്യമേളങ്ങൾ, ദൈവകോലങ്ങൾ, ചെണ്ട, വയലിൻ, ഫ്യൂഷൻ താലപ്പൊലി എന്നീ വിപുലമായ ആഘോഷ പരിപാടികളോടെ പെരുവഴിക്കടവ് പള്ളിയറ ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ആഘോഷത്തിൽ 1000ഓളം ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാങ്കേതിക വിദ്യയുടെ അപകടകരമായ പ്രവണതകൾ കാണാതെ പോകരുതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പന്തിരാങ്കാവ് പെരുമണ്ണയിൽ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വന്ന യുവതിയുടെ നേരെ കത്തി കാണിച്ച് ആക്രമണ ശ്രമം.
ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി വില വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. അറബി ഭാഷാ പഠനം മാനവിക നന്മയെ ഉണർത്തുമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.